ഇൻഷുറൻസ് മേഖലയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ബാങ്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഇൻഷുറൻസിന്റെ സൈഡിൽ നിന്നുള്ള പരീക്ഷകളും വരുന്നത്. ഏത് നോട്ടിഫിക്കേഷൻ ആണ് വന്നതെന്ന് ചോദിച്ചാൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 500 വേക്കൻസിയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു ഇപ്പം SBI PO, IBPS PO അല്ലെങ്കിൽ ഇനി വരുന്ന SBI ക്ലർക്ക്, IBPS ക്ലർക്ക് പോലെയുള്ള RRB ക്ലർക്ക് പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു പരീക്ഷ കൂടി നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ അതേ പാറ്റേണിൽ തന്നെ വരുന്ന പരീക്ഷ ആയതുകൊണ്ട് എഴുതി പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പണിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ്? നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അവരുടെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏകദേശം 500 വേക്കൻസി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ വേക്കൻസി നോക്കി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. 500 വേക്കൻസി നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്ന് മുതൽ അപ്ലൈ ചെയ്യണം? 18th ജൂലൈ, അതായത് അപ്ലൈ ചെയ്ത് നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. 7th ഓഗസ്റ്റ് വരെ നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 21 മുതൽ 30 വയസ്സ് വരെ, അതായത് നമ്മുടെ നോർമൽ ബാങ്ക് എക്സാമുകൾക്ക് വരുന്നത് പോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് തന്നെയാണ് ഏത് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഇൻഷുറൻസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അസിസ്റ്റന്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ എക്സാം പാറ്റേൺ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? പ്രിലിംസ് എക്സാം ഉണ്ട്, അതുപോലെ മെയിൻസ് എക്സാം ഉണ്ട്, റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ക്ലറിക്കൽ എക്സാംസിന്റെ ഏകദേശം അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇൻഷുറൻസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഈ പരീക്ഷ വരുന്നത്. ഇതതിന്റെ പേ സ്കെയിൽ, ബേസിക് പേ സ്കെയിൽ ആണ് 36,290 എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ അലവൻസുകളുടെ ആഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റ് സ്ട്രക്ചർ ആണ് വരുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റിനെ പറ്റി അറിയണം. nationalinsurance.nic.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഇതിന്റെ ഡീറ്റെയിൽസും ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓൺലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് പ്രധാനമായിട്ടും ഇതിന്റെ പരീക്ഷയെ പറ്റിയാണ് പറയേണ്ടത്. കാരണം ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് അതേ ഒരു പാറ്റേൺ തന്നെയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേ പാറ്റേൺ നോക്കൂ. ഇതിന്റെ സ്റ്റേജ് 1, സ്റ്റേജ് 2, അതുപോലെ ലാംഗ്വേജ് ടെസ്റ്റ്, ഈ 3 കാര്യങ്ങളാണ്. 3 സ്റ്റേജുകളെ ഉള്ളൂ. എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്. അതുപോലെ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഒരു മെയിൻസ് എക്സാം ഉണ്ട്. സ്റ്റേജ് 3 എന്ന് പറയുന്നത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിന്റെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ 3 സ്റ്റേജുകൾ മാത്രമേ ഉള്ളൂ ക്ലറിക്കൽ എക്സാമുകളൊക്കെ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഇത്തരം എക്സാമുകൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരേ ഇപ്പൊ ബാങ്ക് എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ അതേ പാറ്റേണിലുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള പരീക്ഷയായിരിക്കും. അത്തരത്തിൽ നോക്കുമ്പോൾ NICL അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. 850 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കി നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന്റെ പരീക്ഷയുടെ സ്റ്റേജുകളെ പറ്റി കൂടെ നോക്കാം. ഓക്കെ, ഇതാ നോക്ക്. നമ്മുടെ പ്രിലിംസ് പരീക്ഷ അല്ലെങ്കിൽ സ്റ്റേജ് 1 പരീക്ഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സ്റ്റൈലാണ്. റീസണിങ് 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് മാത്സ് 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക്. ടൈം സ്ലോട്ട് വരുന്നുണ്ട്. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ബാങ്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. 100 ക്വസ്റ്റ്യൻസ്, 60 മിനിറ്റ്സ്, 1 മണിക്കൂർ വരുന്ന 100 മാർക്കിന്റെ ഒരു പ്രിലിമിനറി എക്സാം. അപ്പൊ ഈ പാറ്റേണിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ്ലി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു പാറ്റേണിൽ പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു പരീക്ഷ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ബാങ്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദിശ അക്കാഡമി, ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകളിലൂടെയും ഇത്തരം എക്സാമുകൾക്ക്, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ബാച്ച് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അതുപോലെ എന്തുണ്ട്? മെയിൻസ് എക്സാം കൂടെ നിങ്ങൾ കണ്ടോ. മെയിൻസ് എക്സാമിനും പ്രത്യേകിച്ച് പാറ്റേൺ ഡിഫറൻസുകൾ ഒന്നുമില്ല. റീസണിങ് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ചേർത്ത് എത്രയാണ്? 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്. അതുപോലെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക്. അതുപോലെ കമ്പ്യൂട്ടർ അവയർനെസ് 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്സ്. അത് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ എന്ത് കാര്യങ്ങൾ 2 അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്? ഒന്ന് കറണ്ട് അഫയേഴ്സ് ആൻഡ് GKയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അവയർനെസ്സും മെയിൻസിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക് അല്ലെ. 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്കും. 2 മണിക്കൂറിലാണ് പരീക്ഷ വരുന്നത് കേട്ടോ. 2 മണിക്കൂറായിട്ടാണ് പരീക്ഷ വരുന്നത്. അവിടെ ടൈം സ്ലോട്ട് ഉണ്ട്. മാത്സിനും റീസണിങ്ങിനും ഇംഗ്ലീഷിനും ഒക്കെ അത്യാവശ്യം ടൈം കൂടുതലും. GKക്ക് നമുക്ക് കുറച്ച് സമയം മതി. ആ രീതിയിൽ തന്നെയാണ് ടൈം സ്ലോട്ട് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ എഴുതി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ എക്സാമിനെ അപ്ലൈ ചെയ്യുക. അപ്പൊ ബാങ്കിങ് എക്സാംസിനെ സീരിയസ് ആയി കാണുന്ന ഏതൊരു വിദ്യാർത്ഥിയും
മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് വരുന്ന എല്ലാ പരീക്ഷകളും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അല്ലെങ്കിൽ വേക്കൻസി 500 വേക്കൻസി ഉള്ളല്ലോ, ഞാൻ അപ്ലൈ ചെയ്യണോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരേ പാറ്റേണിലുള്ള പരീക്ഷകൾ കിട്ടുമ്പോൾ എല്ലാ പരീക്ഷയും സീരിയസ് ആയിട്ട് കണ്ട് തന്നെ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമ്മുടെ ബാങ്കിങ് എക്സാമുകൾ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അത് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം ബ്രാഞ്ചുകളിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ബാങ്കിങ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ IBPS SBI നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര ബ്രാഞ്ചുകളിൽ ഇതിനുള്ള സ്പെഷ്യൽ ബാച്ചുകൾ അവൈലബിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ കോൺടാക്ട് നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ് ചെയ്യാതെ ഉപയോഗിക്കാം. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ എന്തുണ്ട്, നമ്മുടെ ഓൺലൈൻ ആയിട്ടും ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം നടക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ എക്സാം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മുടെ റെഗുലർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മിസ് ചെയ്യരുത്, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.